നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോലത്തെ ഒരു മെസ്സേജാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സും അതോടൊപ്പം തന്നെ ഓൾറെഡി ഇപ്പോൾ കുറച്ച് നാളായവരും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ചാനൽ തന്നെ ഡിലീറ്റായി പോകുന്നൊരവസ്ഥ അല്ലേ? അപ്പോൾ അത് പലർക്കും അറിയായിരിക്കും. നമുക്കറിയാവുന്ന ഒത്തിരി വ്യൂസും സബും ഉള്ള ചാനലുകൾ ഒരു യൂട്യൂബിൻ്റെ യാതൊരുവിധ ഒരു മെയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ വരാണ്ട് ആ ചാനൽ പെട്ടെന്ന് തന്നെ ഡിലീറ്റായി പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അത് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് നമ്മൾ ആ ഒരു ഇതിലോട്ട് നമ്മൾ അങ്ങ് പെട്ടുപോകുന്ന ഒരവസ്ഥ കാരണമാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ ഇങ്ങനെ പെട്ടെന്ന് ഡിലീറ്റായി പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ എന്ന ഈ ഒരു ചെറിയ ചാനൽ നിങ്ങൾ ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കാണുക, കണ്ട് ലൈക്കും കമൻറ്റൊക്കെ കൊടുക്കുക. അതിനുശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഇനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം ജൂലൈ 15 ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇത് നമ്മൾ കൂടുതലായി ഇങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ ടെക്കുകാരൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് മിക്ക കമൻറ്റിലും ഇങ്ങനെ വരും, നിങ്ങൾ ഒരുമിച്ച് വരൂ, നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള കമൻറ്റ്. അങ്ങനത്തെ സ്പാം കമൻറ്റുകൾ ഇടുന്നത് യൂട്യൂബ് ഒരിക്കലും അനുവദിക്കില്ല. ഒരു 6 എണ്ണോ 8 എണ്ണോ 10 എണ്ണോ ഒക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു ചാനൽ അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. അതായത് സ്പാം കമൻറ്റ് ഇടുന്ന ചാനലുകളാണ് ഇങ്ങനെ സ്പാമായി പെട്ടെന്ന് ടെർമിനേറ്റ് ആയി പോകുന്നത്. അത് നമുക്കറിയാം. 90 ദിവസത്തിനുള്ളിൽ നമുക്കൊരു 3 സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ ടെർമിനേറ്റ് ആവും 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അത് സാധാരണ നമുക്ക് മെയിൽ ഇങ്ങനെ യൂട്യൂബ് മെയിൽ അയക്കാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, മെയിലും കാര്യങ്ങളൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോവാണ്. ഇത് കൂടാണ്ട് തന്നെ ഈ നമ്മുടെ നമ്മളിടുന്ന വീഡിയോസുകളിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ, അതായത് മരിക്കുന്നതും എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി ബ്ലഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ, അങ്ങനെയൊക്കെയുള്ള വീഡിയോസുകളൊന്നും ഒരിക്കലും യൂട്യൂബ് നമുക്ക് അനുവദിച്ച് തരില്ല. നമുക്കറിയാം, നമ്മൾ നല്ല നല്ല വീഡിയോസുകൾ ഇട്ട് യൂട്യൂബ് എങ്ങനെയാണ് നമ്മൾ ഇടുന്ന നല്ല വീഡിയോസുകൾ അത് യൂട്യൂബ് കൂടുതലായിട്ട് അത് റെക്കമെൻഡ് ചെയ്യുകയും അതുവഴി നമുക്ക് ആഡ് ചെയ്യുകയും അതിൽ 60% നമുക്ക് മോണിറ്റൈസേഷൻ ആയ ഒരു ചാനലിന്റെ കാര്യമാണ് അല്ലേ. 60% നമുക്കും 40% യൂട്യൂബിനുമാണ്. അപ്പോൾ അതിനിടയിൽ ഇതുപോലത്തെ സ്പാം ആയിട്ടുള്ള കമന്റുകൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് യൂട്യൂബ് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇതുപോലെയുള്ള പല നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് സ്പാം അടിക്കുക, ഒരു ദിവസം തന്നെ അത്യാവശ്യം രീതിയിൽ കുറേ സബ് അങ്ങോട്ട് വാരി കൂട്ടുക. എന്തിനാണ് നമ്മൾ ഈ സബ് പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു 1000 സബ് മതി. അത് നമ്മൾ ചാനൽ തുടങ്ങി ഓട്ടോമാറ്റിക്കലി നമ്മളിടുന്ന ഷോർട്സിൽ കൂടെയും നമ്മുടെ വീഡിയോസിലൂടെയും ലൈവിൽ കൂടെയും നമുക്ക് സബ് കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു നെഗറ്റീവ് രീതിയിൽ നമ്മൾ ഈ സ്പാം കമൻറ്റുകളും മറ്റുമൊക്കെ ഇട്ടും മറ്റുള്ള ഇതുപോലെയുള്ള ഇതിലൊക്കെ ചെന്നപ്പെട്ട് നമ്മൾ സബ് ഒപ്പിക്കാൻ നിൽക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ല ഷോർട്സുകൾ ഇടുക, കുട്ടികളെ ബന്ധപ്പെടുത്തിയുള്ള അപകടകരമായ ഡേഞ്ചറസ് ആയിട്ടുള്ള ഷോർട്സുകളോ വീഡിയോസുകളൊക്കെ ഇടാണ്ട് നോക്കുക. നല്ല നമുക്ക് മറ്റുള്ളവർക്ക്, അതായത് നമ്മുടെ വ്യൂവേഴ്സിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലൊക്കെയുള്ള വീഡിയോസുകളും പിന്നെ നമ്മുടെ പലതരത്തിലുള്ള നല്ല നല്ല വീഡിയോസുകളുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള വീഡിയോസുകൾ നമ്മൾ ഉൾപ്പെടുത്തി വീഡിയോ ഇടുക. അത് യൂട്യൂബ് ഏറ്റെടുക്കുകയും അത് റെക്കമെൻഡേഷനായിട്ട് വെക്കുകയും അതുവഴി നമ്മുടെ ചാനലിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ അറിയത്തുപോലും ഇല്ല കേട്ടോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചാനലേ കാണാനില്ല. സംഭവം ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ടെക്കുകാർ, നമ്മുടെ ജെഫോ ടെക്കില സാറ് ജിജോ അറിയാലോ, അവരൊക്കെ ഒത്തിരി ടെക്കുകാരൊക്കെ ഇതിനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസുകൾ ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും നമ്മൾ വീണ്ടും ഇതൊക്കെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ
കുറേ സബ് അവരെ ഇതിൽ പോയാൽ നമുക്ക് കിട്ടും, കുറേ സബ് അവിടെ പോയി നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറേ ഇങ്ങനെയുള്ള അതായത് ഈ ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ ചെന്നിട്ട് നിങ്ങളും കൂടെ വരൂ, ഞാനും കൂട്ടാക്കാം, നിങ്ങൾ എന്നോട് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു തരത്തിലുള്ള ഒരു കമൻറ്റുകൾ കഴിവതും നിങ്ങൾ ഇടാണ്ട് തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ ആഡ് റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ അറിയാലോ, നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്ത് അതിൽ ആഡ്സ് ഇടുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ 60% നമുക്കും 40% യൂട്യൂബിനുമാണ് അല്ലേ. ഒരു മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഡിലീറ്റായി പോകുന്ന ഏതെങ്കിലും ഇതുപോലെയുള്ള വയലേഷൻ കാരണം ഡിലീറ്റായി പോകുന്ന ചാനലുകളുടെ ആ വ്യക്തിയുടെ പേരിൽ പിന്നെ ആ ഫോണിലൊരു ചാനൽ നമുക്ക് ആ വ്യക്തിക്ക് പിന്നെ ഒരു ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല, പിന്നെ വേറെ ഫോണിൽ വേറെ ഐഡിയ ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ, നമുക്ക് നല്ലൊരു ചാനൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാം, നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ച് നമുക്ക് ആ ചാനലിൽ നിന്ന് അതിൻ്റെതായ രീതിയിലുള്ള വരുമാനം കിട്ടും. അപ്പോൾ ആരും ഇതുപോലെയുള്ള കുഴിച്ചതികളിൽ ചെന്ന് പെടരുത്. നമ്മൾ ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന യൂട്യൂബിൻ്റെ ഇൻസ്ട്രക്ഷനുകൾ പാലിച്ച് നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോകളോ കുക്കിംഗ് വീഡിയോകളോ വ്ളോഗുകളോ അങ്ങനെയൊക്കെ നമുക്കിടാം. ഈ അപകടകരമായതോ കുട്ടികൾക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്പാം കമൻറ്റുകളായിട്ടുള്ളതോ ഇതൊന്നും കഴിവതും നിങ്ങൾ ഇടാണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ അടുത്തായിട്ട് ഇങ്ങനെ കുറേ ടെക് ചാനലുകളിൽ നിന്നൊക്കെ കേട്ടു, ഇങ്ങനെ ഒറ്റയടിക്ക് ചില ചാനലുകൾ ഒറ്റയടിക്ക് പോവാണ്. പക്ഷെ പിന്നെയാണ് അവർ അറിയണത് ഈ ചാനൽ ഇന്ന കാരണത്താലാണ് പോകുന്നത്. കാര്യം സാധാരണ ഒരു ചാനൽ ഡിലീറ്റ് ആക്കുമ്പോൾ യൂട്യൂബ് മെയിൽ അയക്കാറുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഈ ജൂലൈ 15 ശേഷം അങ്ങനെ ഒരു മെയിൽ അയക്കലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അതനുസരിച്ചിട്ട് നമ്മുടെ ചാനൽ കൊണ്ടുപോകാം. നമ്മളെല്ലാവരും ഒരു വരുമാന മാർഗം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഒരു ചാനൽ തുടങ്ങുന്നത്. പിന്നെ ചില ആൾക്കാരുണ്ട്, അവർക്ക് അങ്ങനെ വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് കുറച്ച് സബ് അങ്ങോട്ട് കൂട്ടുക, കുറച്ച് എന്തെങ്കിലും വ്ളോഗ്സ് ഇടുക, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ അല്ല, സാധാരണ നമ്മളൊരു വരുമാന മാർഗം ഉദ്ദേശിച്ചാണ് ഒരു ചാനൽ തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വളരെ ഇതായിട്ടുള്ള ഒരു പിന്നെ വീഡിയോ ആണ്. നിങ്ങൾ അത് ആ രീതിയിൽ അത്രയും സീരിയസോടുകൂടെ തന്നെ നിങ്ങൾ ഇത് എടുക്കുക, നിങ്ങൾ നിസ്സാരമായി കാണരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് പോകാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.